സമയത്തെല്ലാം വയലെല്ലാം നിറയെ ആളാണ് ഉണ്ടാവല്. പുല്ലരിയാനും അല്ലേ ഞാറ് പൊരിക്കാനും പുല്ല് പൊരിച്ച് കള പൊരിക്കാനും ഈ സമയത്തൊന്നും കണ്ടത്തിൽ നിറയെ ആളാണ്. അമ്മയും അങ്ങനെ പുല്ലെല്ലാം അരിഞ്ഞ് സ്റ്റോക്ക് ചെയ്ത് ചോറെല്ലാം ഉണ്ട് പോയിട്ട് എല്ലാം കടത്തി വീട്ടിലേക്ക് ഇത്രയും ദൂരം പോകണ്ടു വന്നാലും കൊണ്ട് പാലം കൊണ്ടുപോയി എല്ലാം വന്ന് പുല്ലെല്ലാം കൊണ്ടിടും. അങ്ങനെയാണ് അമ്മയെല്ലാം ഇഷ്ടം ഇതെല്ലാം പുല്ലരിയേണ്ടതാണ്. കണ്ടില്ലേ വെറുതെ ഇങ്ങോട്ട് നടന്നു ഞാൻ വടിയെല്ലാം എടുത്ത് കുത്തിക്കൊണ്ട് കാണുന്നതിൽ നമ്മളെ നല്ലോണം വളർന്നിട്ടുണ്ട് അല്ലേ. നല്ല വെയിലാണിപ്പോൾ. താഴേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഇവിടെ നിന്നിട്ട് എടുക്കുകയാണ്. കണ്ടത്തിൽ വരുമ്പോൾ ഒരു സന്തോഷം തന്നെ അല്ലേ. അതൊക്കെ അവിടെയാണ് നമ്മൾ ചെട്ടിയമ്പലം അല്ലേ. അപ്പം പാലത്തുമ്മലേക്കൊന്നും പോകണമെന്ന് വെച്ചൊന്നും പറ്റിയതുമില്ല. ഇപ്പം എല്ലാവരും പാലത്തിൻ്റെ മുകളിലേക്കാണ്. നല്ല നടപ്പാലം കെട്ടിയിട്ടുണ്ടല്ല, റോഡും പാലവും ഇല്ല. ഇതിലിത്ര പോര അരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അതാണ്ട് കാലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എടുക്കരിഞ്ഞാൽ 1-2 വട്ടം ഇതുപോലെ അരിയുക കൊണ്ടുപോകാനാകുമ്പോൾ പിന്നെ വിരിയാൻ വെച്ചാൽ മൂടുകയും ചെയ്യുക. ഒറ്റ വിളയാവുമല്ലോ, സ്ഥിരമായിട്ട് 2 വിള എടുക്കുന്നത് വയലൊന്നുമില്ലാതെ. കണ്ടില്ലേ നമ്മളെ മേലെ വന്നിട്ടാണ് ഞാനിപ്പം വീഡിയോ എടുക്കൽ. താഴെ ഇങ്ങോട്ട് ഇറങ്ങലേ ഇല്ല. ഇലേ ഇങ്ങനെ വന്നാൽ ഡൈ വഴി ഇങ്ങനെ വന്നാൽ ഉണ്ടോ എൻ്റെ വടിയുണ്ട്. അതാ വടി കുത്തിയിട്ടാണ് ഞാൻ നടക്കുന്നത്. വടീൻ്റെ ബലത്തിലാണ് നടക്കുന്നത് ഇപ്പോൾ. വളർന്നിട്ടുണ്ട് എല്ലാം അല്ലേ. ഇങ്ങനെ കുറുക്കന്മാരെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാനിവിടെ കണ്ടത്തിലുണ്ടാകുമ്പോഴും നിറയെ ഉണ്ടാകും കുറുക്കന്മാരെല്ലാം. ഇപ്പോൾ ഒന്നുമില്ലല്ലോ. കൊക്കിനെല്ലാം പിടിക്കാൻ വേണ്ടി കൊച്ച ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ പുല്ലെല്ലാം പൊരിക്കുമ്പോൾ എന്തെങ്കിലും പുഴുങ്ങിയെല്ലാം തിന്നാൻ നിറയെ കൊക്കുണ്ടാവും. അതിനെ പിടിക്കാനാണ് കുറുക്കൻ വരല്. നായിയും കുറുക്കനും പൊന്നാങ്കണ്ണിയുണ്ട്. അതാണ് പൊന്നാങ്കണ്ണിയാണ് ഉണ്ടാകുക. ഇന്നിപ്പോൾ എനിക്ക് പറിക്കാൻ കഴിയുന്നില്ല, പിന്നെ ദിവസം വന്നിട്ട് പറിക്കാം. പൊന്നാങ്കണ്ണി എല്ലാവരും കൃഷി ചെയ്യുന്നതാണെന്നില്ല. വീടുകളിൽ ഇങ്ങനെ കിട്ടും. അതുകൊണ്ട് പിന്നെ കൃഷിയൊന്നും ചെയ്യില്ല. തെരുവ് നായ്ക്കളെ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ വരുമ്പോൾ തന്നെ തറവാടിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് കുറേ എണ്ണം. വടി കണ്ടുകൊണ്ട് പിന്നെ നല്ല പരിചയമാണെന്നല്ല എല്ലാവർക്കും. അതുകൊണ്ട് എല്ലാവരും അവിടെ ഉണ്ടെങ്കിൽ കച്ചറിയാണ് അങ്ങോട്ട് പോകുമ്പോൾ. ഇതെല്ലാം നമ്മൾ പുല്ലരിയുന്ന എന്താ ഈ സ്ഥലമെല്ലാം അങ്ങോളം നമ്മൾ മുമ്പേ പുല്ലരിയുന്ന സ്ഥലമാണ്. സ്ഥിരം പുല്ലരിയുന്ന 10 കെട്ട് പുല്ലെല്ലാം വേണം നമുക്കൊരു ദിവസം. നിറയെ കാര്യങ്ങളെല്ലാം ഉണ്ടായതല്ലേ. എല്ലാവരും ഓർമ്മയായി ഇപ്പോൾ.
ആവുന്ന കാലത്ത് നല്ലോണം എടുത്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയായി. ഒന്നും നോക്കൂല അന്നേരം. എല്ലാവരും പോയി നന്നായല്ല. ആ വീട്ടിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിനി. മുഴുവൻ നീരെ മടയത് അതിൽ കുറുക്കനും വന്ന് കൂടും ഉണ്ടോ. പഴയ മടയായത്. മറ്റെല്ലാം അപ്പുറത്താണ് കുറച്ചങ്ങോട്ട്. വടികൊണ്ട് ഒട്ടയാക്കിയിട്ട് ഈ കുഴിച്ചിട തൽക്കാലം. പിന്നെ നമുക്ക് എവിടെയും പിടിച്ച് നടാത്ത് പോയെങ്കിൽ എവിടെയെങ്കിലും നടാം. അവിടെ നിന്നോട്ടിപ്പോൾ കളയണ്ട. എല്ലാം കൂവയാണ് വേണ്ടത്. നിറയെ ഉണ്ട്. എന്ന് കേൾക്കുമ്പോഴെല്ലാം പോയി പറയാതണ്ട തനിയെ മുളക്കുന്നത്. പശുവെല്ലാം സമയത്താണെങ്കിൽ തിരഞ്ഞ് കൊടുക്കും. അതിന് നല്ല തീറ്റയാണ് കാലിക്ക്. ഇപ്പോൾ പിന്നെ ആരും തുടരയില്ല. അതൊന്നും അരിഞ്ഞ് കഴിക്കലും. പന്നീരെ സമയമാകുമ്പോൾ അവർ വന്ന് കഴിച്ചോളൂല്ലോ. അവർക്കൊന്നുമില്ലായി. നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടെ. ഇങ്ങനെ എനിക്കാവലും ഇതും കൂടി ഇല്ലാണ്ടായി പോയാൽ ആവുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാട്ടെ. അല്ലേ തേങ്ങ ഇഷ്ടംപോലെ ഉണ്ട്. പോയിട്ട് ഇല്ല കാണില്ല. പുലിൻ്റെ ഉള്ളിൽ ഇല്ല. വറുക്കാനൊന്നും ആളില്ല. ലാസ്റ്റ് വരുമ്പം വറുക്കും. എല്ലാം തേങ്ങയാണ് ഇവിടെ. പറക്കിയിട്ടിട്ടുമില്ല. അല്ലേ നമ്മളാലയത് സ്മാരകം പോലെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ആല അല്ലേ. നിറയെ കാലിലെ ആലയാണ്. അപ്പം നീരിനുണ്ട നിറയെ പൂവുണ്ട്. വേറെ പൂ ഇങ്ങനെ പൂ പിടിച്ചത് അതല്ലേ. നാരായണിച്ചെടി പറയില്ലേ പണ്ടേ ഇല്ല. ഇത് പറന്ന് ഇതെല്ലാം കളയും ഇല്ലതാ. അടി പിടിച്ച് കളഞ്ഞെല്ലാം വാടിപ്പോയി. കാമ്പ് പൊളിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ നല്ല തോരൻ വെക്കാനായി.